ഇതെന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? തൃശൂൽ, 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 എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്, എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? അത് ശരിയാണല്ലോ, ഞാൻ അവിടെയല്ലേ കിടന്നത് ശിവാനി. പിന്നെ ഇവിടേക്ക് എങ്ങനെ എത്തി? എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവാനി, എനിക്ക് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാം ഞാൻ മറന്നുപോയ പോലെ. ശിവാനി, നീ തന്നെ പറയ്. ശിവാനി, നീ എന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ട്. പറയൂ ശിവാനി, എനിക്ക് എന്താ സംഭവിക്കുന്നത്? തൃശൂൽ, അതെന്താന്ന് വെച്ചാ... എന്താ എന്തുപറ്റി? ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ശിവാനി, എന്താ വെള്ളം? ഇത് സത്യമാണോ? ഇതെങ്ങനെ സാധിക്കാം? എന്നെ കൊണ്ട് വീണയുടെ പ്രണയം സ്വീകരിക്കാൻ സാധ്യമാകുന്നേയില്ല. അജിത്തെ, അച്ഛാ, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. വീണ എന്നെ അത്രയും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്ത അവളുടെ പ്രണയത്തിന് മാത്രമല്ല, അവളുടെ വിശ്വാസവും വഞ്ചിക്കുന്നത് പോലെയാകും. നോക്കൂ അജിത്തെ, ഞാൻ നിന്നോട് സമാധാനമായി പറയുകയാണ്. 23 വർഷമായി ഗരുഡലോകത്തുള്ളവർ നാഗമാണിക്യം തേടിയുള്ള യാത്ര തുടങ്ങിയിട്ട്. ഇപ്പോൾ നാഗമാണിക്യം നേടാൻ പറ്റിയ സമയമാണ്. ആ അവസരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നാഗമാണിക്യം നമുക്കെന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ ഗരുഡലോകത്തിന് നാശം സംഭവിക്കും. അതാണോ നിന്റെ ആഗ്രഹം അജിത്തെ? നാഗമാണിക്യം നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അതിന് ഈ വഴി വേണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഈ വഴി തന്നെ മതി എന്നാണ് പറയുന്നത്. ആദിശേഷനെയും ശിവാനിയും കൊല്ലണമെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ കൊണ്ട് അത് സാധ്യമായില്ലെങ്കിൽ നിന്നെ ഗരുഡലോകത്ത് നിന്ന് പുറത്താക്കുന്നതായിരിക്കും. പിന്നീട് ഒരിക്കലും ഗരുഡലോകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഭൂമിയിലും ജീവിക്കുവാൻ പറ്റില്ല. നീ അനാഥനായി തീരും അജിത്തെ. സമ്മതിക്കൂ. നിങ്ങളുടെ തീരുമാനമനുസരിച്ചാണ് നമ്മുടെ ഭാവിയുള്ളത്. ഗരുഡലോകത്തിന്റെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലാണ്. ചേട്ടനൊന്ന് സമ്മതിക്ക്, സംസാരിക്ക്. ശരി, ഞാൻ അവളോട് സംസാരിക്കും. അജിത്തിനെ അങ്ങനെയൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ടതില്ല ചന്ദ്രകാസ. ഇവന്റെ നീക്കങ്ങളെ ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ തന്നെ ആ ഇച്ഛാധാരി നാഗറാണിയും ആദിശേഷനും ആരെ കാണുന്നു, എങ്ങോട്ട് പോകുന്നെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നീ വേഗം ചെല്ല്. ശരി യജമാനൻ. എന്തോ ഒരു തോന്നലാന്ന് വിചാരിച്ചേ. അല്ല, ആ സമയത്ത് അങ്ങനെ തോന്നിയെന്ന് കരുതി ഞാനതിനെ പുറത്ത് ഡിസ്റ്റർബ് ആവുന്നേ. ഞാൻ കൈ കാണിച്ച ഉടനെ തന്നെ ആ വെള്ളത്തിന്റെ ഗ്ലാസ് ഇങ്ങനെ കയ്യിലേക്ക് വന്നേ. അതൊക്കെ വെറുതെ എന്റെ തോന്നലായിരിക്കും, വേറൊന്നുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫ്ലവർ വേസിന്റെ അടുത്ത് കൈ കാണിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ അതിങ്ങ് വരും. നോക്കാലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ സത്യമാണോ അതോ എനിക്ക് വെറുതെ തോന്നുന്നതാണോ? ഇതൊക്കെ എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും, വേറൊന്നുമില്ല. വെറും തോന്നല. എനിക്ക് മാജിക് ഒന്നും അറിയില്ലല്ലോ. ഇത് വെറും തോന്നല മാത്രമാ. ഞാൻ ഏതെങ്കിലും വസ്തുവിൽ കൈ കാണിച്ചിട്ട് അതിനോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങ് വരുമെന്നാണോ? ഇല്ല, ഒരു ചാൻസും ഇല്ല. ഇതെന്റെ തോന്നൽ മാത്രമാ.
ബുദ്ധ വാ. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെങ്ങനെ വന്നേ? അയ്യോ ദൈവമേ, ഇതൊക്കെ സത്യമാണോ? ഇങ്ങനെയൊക്കെ സിനിമയെ കാണുമ്പോ വെറും പുളുവാണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്റെ ലൈഫിൽ ഇതൊക്കെ ശരിക്കും സംഭവിക്കുകയാണല്ലോ. അയ്യോ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ സംഭവിക്കുന്നത്? എന്റെ കയ്യിൽ വരണമെന്ന് കരുതി കൈ കാണിച്ച ഉടനെ തന്നെ അതിങ്ങ് വന്നല്ലോ. അതെങ്ങനെയാ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിക്കുന്നതെല്ലാം വിചിത്രമാണല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും ഓരോന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നോക്കുമ്പോ ഇതേ പുതിയ പരിപാടി. എന്തായിരിക്കും ഇങ്ങനെ? എന്തിനുള്ള സൂചനയായിരിക്കും ഇത്? എന്താ പറ്റി? കറണ്ടും പോയോ? ഇപ്പൊ എനിക്കുള്ള ശക്തി കൊണ്ട് കറണ്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാവോ? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. എടാ തൃശ്ശൂലേ, എന്താടാ ഇത്? എന്താടാ ഇത്? ഒരു സ്ഥലത്ത് കിടക്കും, എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് എഴുന്നേക്കും. ഇതിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്നും ഒരു ഓർമ്മയുമില്ല. ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ നോക്കുമ്പോ പുതിയ പുതിയ എന്തോ ശക്തികൾ ശരീരത്തിൽ കയറിയിരിക്കുക. എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഏതോ ഒരു ശക്തി എന്റെ ശരീരത്തിൽ വന്ന് ചേർന്നു എന്നാ തോന്നുന്നത്. എന്തായിരിക്കും? എന്തായിരിക്കും അത്? മുതലാളി എന്താ ഇവിടെ ഒന്ന് കിടക്കുന്നേ? അത് വെളുപ്പം കാലത്ത്. ജീവനുണ്ടോ അതോ ചത്തുപോയി കാണോ? ഇനിയിപ്പൊ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് തള്ളി താഴത്തേക്കിട്ടാലോ? ഇത് തന്നെയാണ് പറ്റിയ അവസരം. മുതലാളി, നന്ദീശ, നീ എന്താ ഇവിടെ? ഞാൻ കാപ്പിത്തോട്ടത്തിലേക്ക് പോയിരുന്നു മുതലാളി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്താ മുതലാളി ഇവിടെ വന്ന് കിടക്കുന്നേ? നേരാണല്ലോ, ഞാൻ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? നന്ദീശ, നമ്മൾ രണ്ടും രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? നീ പോയ ഉടനെ പെട്ടെന്നൊരു കാറ്റ് വന്നു. ഇപ്പൊ നോക്കുമ്പോ ഞാൻ ഇവിടെ കിടക്ക. അതെങ്ങനെ സംഭവിക്കാനാ മുതലാളി? മുതലാളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. സംഭവിച്ചത് സത്യം തന്നെയാ, പക്ഷേ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദീശ. മുന്നറിയിപ്പില്ലാതെ കാറ്റ് വീശുന്നതും ഞാൻ ഇവിടെ വന്ന് വീണതും ബാബ പറഞ്ഞതുപോലെ എല്ലാത്തിനും അർത്ഥമുണ്ട്. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. നീ പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അല്ല മുതലാളി, മുതലാളി ഇവിടെ ഒറ്റയ്ക്കിരുന്നാൽ. ശരി മുതലാളി. തൃശൂൽ, ഇവിടെ വന്നിരുന്ന് എന്താ ചെയ്യുന്നേ നീ? എന്താ പറ്റിയത്? അത് തന്നെ എനിക്ക് മനസ്സിലാവത്തെ. തൃശൂൽ, നീ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നിനക്കെന്ത് മനസ്സിലാവാനാ ശിവാനി? അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ഞാനെല്ലാം തോന്നിപ്പോവാ ശിവാനി. നീയല്ലാത്ത പോലെയെന്ന് പറഞ്ഞ എന്താ ഇതിനർത്ഥം?
ശിവാനി, ഞാൻ വീട്ടിലായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ മുതൽ ഞാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഓർഡിനറി മനുഷ്യനാ. എന്നാ ഞാനിപ്പോ അങ്ങനെയല്ല. എനിക്ക് എന്തൊക്കെയോ പവറുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനെല്ലാം തോന്നുക. മനുഷ്യനല്ലെങ്കിൽ പിന്നെ വേറെ എന്താ നീ? ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇത് നീ കരുതുന്ന പോലെ എന്റെ സംസാരത്തിന്റെ കുഴപ്പമല്ല. നടക്കുന്ന കാര്യങ്ങളെല്ലാം വിചിത്രമായതാ. നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? കണ്ടില്ലേ? നീ തന്നെ കണ്ടില്ലേ? എന്റെ കയ്യിൽ എന്തെങ്കിലും മാഗ്നറ്റിക് പവർ ഉണ്ടോ? കൈ നീട്ടിയ ഉടനെ ഈ കല്ല് എന്റെ കയ്യിലേക്ക് വന്നില്ലേ? നിനക്ക് വെള്ളം തരാൻ വേണ്ടി വെള്ളത്തിനടുത്ത് ഈ കൈ നീട്ടിയപ്പോ ഉടനെ അത് എന്റെ കയ്യിലേക്ക് വന്നു. അതുപോലെ തന്നെ എന്റെ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും ഞാൻ കൈ നീട്ടി കഴിഞ്ഞാൽ എന്റെ കയ്യിലേക്ക് വരാ ശിവാനി. ഇത്രേ ഉള്ളോ? വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിനക്ക്? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്ത്? ഇത്രയോ ഉള്ളോന്നോ? നീ ഇത് എന്തൊക്കെ പറയുന്നു ശിവാനി? ഇത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഇതല്ലാതെ വേറെ എന്ത് കാര്യം ഉണ്ടാവാനാ? ഓ എന്റെ ശിവാനി, നിന്റെ കണ്ണിന്റെ മുന്നിൽ ആ കല്ല് എന്റെ കയ്യിലേക്ക് വന്നിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നീ നോക്ക്. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്ക് ശിവാനി. താൻ ആഗ്രഹിക്കുന്നതെല്ലാം തന്റെ അരികിലേക്ക് വരുത്താനുള്ള ശക്തി ആദിശേഷന് മാത്രമായിട്ടുള്ളതാണ്. ഇപ്പൊ ആ ശക്തി തൃശ്ശൂലിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനാണ് ആദിശേഷൻ എന്ന ഓർമ്മ വരാനുള്ള സൂചനയായിരിക്കും ഇതൊക്കെ. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് ബാബ. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. ആദിശേഷനെയും നാഗറാണിയും സംഹരിക്കുമെന്ന് പറയുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഒരു കാറ്റ് വീശും. ആ കാറ്റ് എന്നെയും എടുത്തുകൊണ്ടുപോയി ഏതെങ്കിലും അറിയാത്ത സ്ഥലത്ത് കൊണ്ടിടും. എന്ന് നോക്കിയപ്പോ ഞാനൊരു കൊക്കയുടെ വക്കത്തായിരുന്നു. എന്നെ കൊണ്ടുപോകുന്ന ആ ശക്തിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരായിരിക്കും ബാബ? ആ ശക്തി മറ്റാരുടെയുമല്ല, അത് ആദിശേഷന്റെ ശക്തിയാണ്. അതെങ്ങനെ സാധ്യമാവും ബാബ? സാധ്യതയുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ നിന്നോട് എത്ര തവണ സൂചിപ്പിച്ചതാണ്. സപ്തഋഷി മണ്ഡപത്തിന്റെ അവിടെയുള്ള നക്ഷത്രങ്ങൾ ഒരേ രേഖയിൽ വന്നു നിന്ന് സർപ്പാകൃതിയിലാകുമ്പോൾ അതിൽ നിന്നും വരുന്ന അഗാധമായ ശക്തി ആദിശേഷനിൽ പോയി ചേരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ശക്തി അവന് ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ സൂചനയാണ് ഈ രീതിയിൽ നിനക്കുളവായത്. ആദിശേഷന്റെ ശത്രുക്കൾ ആരായാലും ശരി, അവനും പിന്നെ നാഗറാണിക്കും ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ ആ ശക്തി അതിവേഗത്തിൽ തന്നെ വന്ന് ചുഴലിക്കാറ്റ് പോലെ അവരെ ചുഴറ്റിയെറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബാബ അവന്റെ ശക്തി ഒന്നൊന്നായി അവനിൽ വന്ന് ചേരുകയാണ്. ആ ശക്തികളെല്ലാം ഒന്നാകുമ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ബാബ, ഇതിനെന്താണ് ഒരു പരിഹാരം? ശത്രുവിൽ ശക്തികൾ വന്നു ചേരുമ്പോൾ സംയമനം മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ആലോചിച്ചു നോക്കൂ. ദൂരെ നിന്നതിന്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിന്നെ എടുത്തെറിയുന്നത് കണ്ടില്ലേ? അപ്പോൾ പിന്നെ നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയുമോ? നിന്റെ പ്രയത്നം, നിന്റെ പോരാട്ടം, നിന്റെ കാത്തിരിപ്പ് മുഖ്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. എന്തെന്നാൽ
ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ നീ നാഗമാണിക്യം തട്ടിയെടുത്തിട്ട് 24 വർഷമാവുകയാണ്. നാഗമാണിക്യത്തിന്റെ ശക്തി നിനക്ക് ലഭിക്കണമെങ്കിൽ നീ അതുവരെ നിന്റെ ജീവൻ കാത്തു സൂക്ഷിക്കണം. എന്നാൽ കാർഗോടക അമാവാസി വരെയും നിന്റെ ജീവൻ കാത്തു സൂക്ഷിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദിശേഷന്റെ ശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഏത് ക്ഷണവും എന്തു വേണമെങ്കിലും സംഭവിച്ചേക്കാം. സൂക്ഷിക്കണം. ഇല്ല, നാഗമാണിക്യം ഇവൻ സ്വന്തമാക്കിയാൽ എന്റെ ഇത്രയും വർഷത്തെ പ്രയത്നം വിഫലമായി തീരും. അതിന് ഞാൻ അനുവദിക്കില്ല. വേണ്ട, വേണ്ട, അത് വേണ്ട, വേണ്ട. എന്റെ നാഗമാണിക്യം അതെടുക്കരുത്. മാണിക്യം, എന്റെ മാണിക്യം. ഇതെന്ത് പറ്റി? അളിയൻ മാണിക്യം മാണിക്യം എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ടല്ലോ. ഇവിടെയുള്ള ആരും ഇത് കേൾക്കുന്നില്ലേ? ജോലിക്കാരി മാണിക്യം അവിടെ പോയി. ഇത്രയ്ക്ക് അഹങ്കാരം നിനക്ക്? അളിയൻ ഇവിടെ മാണിക്യം മാണിക്യം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വിളി കേൾക്കാതെ നിൽക്കുന്നു. എടി മാണിക്യം, നീ ഇവിടെ എന്തെടുക്കാം? അളിയൻ എത്ര നേരമായിട്ട് മാണിക്യം മാണിക്യം എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുന്നു. എടി പൊട്ടി, നീ വേം വാ ഇങ്ങോട്ട്. അളിയ, അളിയ, ഇതെപ്പോ തുടങ്ങി? അത് ഞാൻ അറിയാതെയോ? അളിയ, മാണിക്യം, അളിയ, മാണിക്യം മാണിക്യം എന്ന് പറഞ്ഞ് വിളിച്ച് പോവുമായിരുന്നല്ലോ. അതുകൊണ്ടാ വിളിച്ചോണ്ട് വന്നത്. പേര് മണിമാണിക്യം. ഞാൻ പിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നത് മാണിക്യം എന്നാ. അപ്പൊ ഈ മാണിക്യം അല്ലായിരുന്നോ? വേറെ മാണിക്യമായിരുന്നല്ലേ? ആയിക്കോട്ടെ, ഞാൻ നിന്നെ വിശ്വസിച്ചു. നിന്റെ ജീവിതത്തിൽ വിചിത്രമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഇത്രയും കാലം സമാധാനം ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ അറിവില്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള വിചിത്രമായ ശക്തി എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്ക്. അല്ല, നിനക്ക് തന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് എന്നെ മനസ്സിലാവാന്? തൃശൂൽ, നോക്ക്, ഇതുപോലുള്ള വിശേഷപ്പെട്ട ശക്തികളൊക്കെ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും കണ്ട് സംസാരിച്ചാലോ? അവർക്ക് എന്തായാലും ഒരു ഉത്തരം തരാൻ പറ്റും. തൃശൂൽ, ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തെങ്ങനെ പോന്നെ? ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്താ ഇത്? കൊച്ചുകുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ആരെങ്കിലും വിടും? ഇനി സൂക്ഷിക്കണം. തൃശൂൽ, എന്താ ഇതൊക്കെ? ഭാഗ്യം, നിന്നിലുള്ള ശക്തി കൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. അപ്പൊ ഇതൊരു നല്ല കാര്യമില്ലേ തൃശൂൽ? നമ്മളറിയാതെ നമ്മിൽ വന്നു കയറിയ ശക്തി കൊണ്ട് എന്തെങ്കിലും അപായം ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയാവുന്നു ശിവാനി.